ഹായ് ഫ്രണ്ട്സ്, ബി കെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഈ സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാണ് ഹെർമിറ്റ്സ്. അതിമനോഹരമായ ഒരു കുന്നിൻ്റെ മുകളിൽ നമ്മുടെ വലിയ മെത്രാപ്പൊലീത്ത സേവ്യറിയസ് തിരുമേനി പണി കഴിപ്പിച്ചതായ ഒരു ധ്യാന മന്ദിരമാണിത്. അവിടെ ആദ്യം ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആ വഴിയെല്ലാം കടന്നു ചെല്ലുമ്പോൾ തന്നെ ഒരു ഗ്രോട്ട വെച്ചിട്ടുണ്ട് മാതാവിൻ്റെ. ഒരു മതസൗഹാർദ്ദത്തെ വിളിച്ചോതുന്ന തരത്തിൽ ഒരു അമ്പലത്തിൻ്റെ ബോർഡ് തൊട്ടടുത്ത് കാണാം. ഒരു അമ്പലമുണ്ട് അവിടെ, കണ്ടോ, ഹെർമിറ്റ്സ്. അതിനടുത്താണ് നമ്മുടെ ഹെർമിറ്റ്സ് സ്ഥിതി ചെയ്യുന്നത്. മലയാറ്റൂർ അടിവാരത്തിന് തൊട്ട് മുമ്പ് വലത്തോട്ട് മുളങ്കുഴി ഇല്ലത്തോട് കഴിഞ്ഞിട്ട് അവിടുന്ന് വീണ്ടും ലെഫ്റ്റ് പോകുന്ന വഴിയാണിത്. ഞങ്ങളവിടെ ചെന്ന് ഇറങ്ങി. എൻ്റെ കൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ഒരു ശാന്തസുന്ദരമായ അന്തരീക്ഷവും അതുപോലെ തന്നെ പ്രാർത്ഥനാ നിർഭരമായ ഒരു ഹോളും പള്ളിയും എല്ലാം ഉണ്ട് അവിടെ. കരിങ്കല്ല് കൊണ്ട് പണിതായ ഒരു സ്ഥലമാണ് അവിടെ ഉള്ളത്, പള്ളിയുള്ളത്. അവിടെയാണ് തിരുമേനിയൊക്കെ താമസിക്കുന്നത്. അവിടെ ഞങ്ങൾ ചെല്ലുകയാണ്. ഞങ്ങൾ എൽദോസ് ജോബി, ഷായിച്ചേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ എൽദോസ് വർഗീസ്, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാനേ നമുക്ക് തോന്നുള്ളൂ. അങ്ങനെ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത് കേട്ടോ. അവിടെ ഒത്തിരി പല വൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴുത്തുണ്ട്, അതുപോലെ ഒരു കുളം, കിണർ, എല്ലാം നല്ല അന്തരീക്ഷം. ഒരു പള്ളിയാണെങ്കിൽ എന്ത് സൈലൻ്റാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ പുറത്തിറങ്ങി അവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയി. ഭയങ്കര സൈലൻ്റ് ഏരിയ കേട്ടോ. ശരിക്കും ധ്യാന മന്ദിരത്തിന് വേണ്ടതായ സ്ഥലം തന്നെ. ഞങ്ങൾ പുറത്തിങ്ങനെ ബെഞ്ചൊക്കെ ഇട്ടുണ്ട്. അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ആ സ്ഥലം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു. നിങ്ങളൊക്കെ പോകണം. അവിടെ ചെറിയ ചെറിയ വീടുകൾ പണിത് കൊടുത്തിട്ടുണ്ട്, ഓരോരുത്തർ സ്പോൺസർ ചെയ്തതാണ്. അവിടെയൊക്കെ നമുക്ക് താമസിക്കാം, ധ്യാനത്തിന് കൂടാം. അതുപോലെ എല്ലാ ശനിയാഴ്ചയും ആണ് അവിടെ ധ്യാനം ഉള്ളത്. അവിടെ വിളിച്ച് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നല്ല മനോഹരമായിട്ട് വഴിയൊക്കെ അലങ്കരിച്ച് നല്ല കോൺക്രീറ്റ് ചെയ്ത് നടപ്പാതയൊക്കെയാണെങ്കിൽ നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്നിട്ട് പോരാനേ തോന്നിയില്ല. ഞങ്ങൾ ഞായറാഴ്ച വൈകിട്ടാണ് ചെന്നത്. ഒരു 4 മണിയോടുകൂടിയാണ് ചെന്നത്. പക്ഷേ 4 മണിയിൽ ചെന്നാൽ പോലും ഒരു പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം. മലയാറ്റൂർ കുരിശുമുടി കാണാം. അതുപോലെ തൊട്ടപ്പുറത്ത് നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ ലൈറ്റുകളൊക്കെ കാണാം. ആ ഏരിയയൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾക്കൊന്നവിടെ പോകണം. കാരണം പറഞ്ഞാൽ അത്രയ്ക്കും മനോഹരമായ ഒരു സ്ഥലമാണ്. നല്ല തണുപ്പും കാറ്റും എല്ലാം ഉള്ളതായ സ്ഥലമാണ്. അവിടെ ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്ന ഓരോ വീടുകളൊക്കെ ഉണ്ട് അവിടെ. ഇത് പള്ളിയാണ്. തൊട്ടടുത്ത് തന്നെ ഒരു 3 ഹട്ടുകൾ പോലെ പണിതിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പണിതേക്കുന്നത്. അവിടെയൊക്കെ ചെന്ന് നമുക്ക് താമസിക്കാം. അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇത് ഞങ്ങളുടെ പള്ളിയിലെ, നാഗഞ്ചേരി പള്ളിയിലെ എബി ഡേവിഡേൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ഫാമിലിയിൽ നിന്ന് പണിത് കൊടുത്തതാണ്. ഇതേപോലെ നമുക്കൊരു പ്രാർത്ഥിക്കാനും കൂടി വരാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഞങ്ങൾ കുറേ നേരം അതിലേക്ക് നടന്നു. നല്ല അന്തരീക്ഷവും നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ഭംഗിയായിട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ, യോഹന്നാൻ അച്ഛൻ അവിടെ ഉണ്ട്. അച്ഛൻ ഞങ്ങൾക്ക് ബിസ്ക്കറ്റും കാപ്പിയൊക്കെ ആയിട്ട് വന്നു. നല്ല സൂപ്പർ കാപ്പിയായിരുന്നു. ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് അച്ഛൻ്റെ കൂടെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളെല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം നേരെ പുറത്തിറങ്ങി കുറച്ച് നേരം അതിലേക്ക് നടന്നു. അച്ഛൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തു. അച്ഛൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശദീകരിച്ച് തന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശദീകരിച്ച് തന്നു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് പോകണം കേട്ടോ. നല്ല ശാന്തസുന്ദരമായ സ്ഥലമാണ്, പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയ ഇടം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.